ഹായ് ഓൾ വെൽക്കം ബാക്ക്. അങ്ങനെ ഹജ്ജ് പെരുന്നാളൊക്കെ കഴിഞ്ഞ് ഞാൻ വീഡിയോ ഇടാൻ കുറച്ച് ലേറ്റ് ആയിപ്പോയിന്. ഓരോ തിരക്ക് കാരണമാണ്. നമ്മളെ നാട്ടിലെ പെരുന്നാളിൻ്റെ തലേ ദിവസമാണ് നമ്മളെ പെരുന്നാൾ. എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ. അപ്പം നമ്മളെ പെരുന്നാൾ വിശേഷങ്ങളെല്ലാം ഈ വ്ലോഗിൽ കാണിക്കുന്നുണ്ട്. എല്ലാവരും കണ്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഈ ഒരു വ്ലോഗ് സ്റ്റാർട്ട് ചെയ്യുന്നുള്ളത് പെരുന്നാളിൻ്റെ തലേ ദിവസം രാത്രിക്ക്. നമുക്ക് നോമ്പെല്ലാം ഉണ്ടായിരുന്നു. നോമ്പൊക്കെ തുറന്ന് കഴിഞ്ഞ് പുറത്ത് പോകുന്നതാണ്. പെരുന്നാളിൻ്റെ തലേന്ന് ചെറിയൊരു ഷോപ്പിംഗ് എന്തായാലും ബാക്കി ഉണ്ടാവുമല്ലോ. അത് നാട്ടിൽ നിന്നായാലും ഇവിടെ നിന്നാണെങ്കിലും എന്തായാലും അതുണ്ടാവും കേട്ടോ. പക്ഷെ നമ്മൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ദിവസം പുറത്ത് പോകണ്ട, നമുക്ക് മാക്സിമം എല്ലാം വാങ്ങി സെറ്റാക്കി വെക്കണം. എന്താണെന്ന് വെച്ചാൽ രാവിലെ നിസ്കാരവും പിന്നെ പള്ളിക്ക് പോക്കും തിരക്കെല്ലായി പോവും. അപ്പോൾ ഉറങ്ങാനും ഒന്നും ടൈം കിട്ടൂല. പിന്നെ നല്ല ടയേർഡാവും. എന്താണ് പുറത്ത് പോയാൽ തിരിച്ചു വരാൻ റൂമിലെത്താൻ നല്ല ലേറ്റ് ആവും. അങ്ങനെയെല്ലാം വിചാരിച്ചിട്ട് പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, പോകേണ്ട വന്നാൽ പോയാലേ പറ്റൂ. അങ്ങനെ ഞങ്ങളിപ്പം നെസ്റ്റോയിലേക്കാണ് വന്നിട്ടുള്ളത്. ഇവിടെ ഫസ്റ്റ് തന്നെ കുറച്ച് ഡ്രസ്സൊക്കെ നോക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് ഡ്രസ്സ് എടുക്കണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പം ഞാൻ അതെന്തായാലും ഇടാന്ന് പറഞ്ഞു. പിന്നെ ആ ഒരു ഡ്രസ്സ് മാച്ച് ആക്കിയിട്ട് ഞങ്ങൾ മൂന്നാളും ഏകദേശം ആ ഒരു കളറ് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അമ്മക്ക് ടീഷർട്ട് നോക്കാനുണ്ട്. അത്യാവശ്യം എവിടെയെങ്കിലും പുറത്ത് പോകുമ്പോഴെല്ലാം ഇടാൻ പറ്റിയ 5 സ്ലീവ് ടീഷർട്ട്. അപ്പോൾ അങ്ങനെ അത് ഒന്ന് രണ്ടെണ്ണം എടുത്തിട്ടുണ്ട്. അധികം ഇവക്ക് ഉണ്ടാകുക ബ്ലാക്കും വൈറ്റുമാണ്. അതെങ്ങനെ വന്നാലും കറങ്ങി തിരിഞ്ഞ് ബ്ലാക്കും വൈറ്റുമാണ് ഉണ്ടാവുക. കഴിഞ്ഞ പെരുന്നാൾക്ക് വൈറ്റ് എടുത്തിന്, ഇപ്പം ഈ പെരുന്നാൾക്കും ഒക്കെ എടുത്തതിൽ വൈറ്റ് ഉണ്ട്. അപ്പം ഒരു ബ്ലാക്ക് എടുത്തിട്ടുണ്ട്. പിന്നെ വേറൊരു കളറും കൂടി നോക്കിയിട്ട് അതും എടുത്തിട്ടുണ്ട്. അങ്ങനെ അവിടുത്തെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് പോകാൻ നോക്കുമ്പോൾ ഈ ഒരു 2 ഡ്രസ്സ് ഉണ്ട്. ഇത് കണ്ടപ്പോൾ എനിക്കെന്തോ ഇഷ്ടമായി. എനിക്കിങ്ങനെ ഹാഫ് സ്ലീവ് ഡ്രസ്സ് ഇന്നർ ഇട്ടിട്ട് ഇടുന്നില്ലേ, അത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ അത് നോക്കി സൈസ് ഓക്കെ ആവാത്തതുകൊണ്ട് അത് അവിടെ തന്നെ വെച്ച് ഞാൻ എടുത്തിട്ടില്ല. പിന്നെ ഒന്ന് രണ്ട് ഷർട്ടും ഒരു ടീഷർട്ടും ഞാൻ എടുത്തിട്ടുണ്ട്. പെരുന്നാളിൻ്റെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ ഷോപ്പിലെല്ലാം. അപ്പോൾ എനിക്ക് കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് റൂമിലേക്ക് പോയി. അങ്ങനെ ഇത് പിന്നെ പെരുന്നാളിൻ്റെ അന്ന് രാവിലെ ഋഷി പള്ളിയിലേക്കെല്ലാം പോയിട്ട് ഞാൻ ജസ്റ്റ് ബാൽക്കണിയിൽ നിന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ. നമ്മളെ റൂമിൻ്റെ തൊട്ട് ഇങ്ങനെ ബാൽക്കണീൻ്റെ ഫ്രണ്ടിൽ പള്ളിയാണ്. അപ്പോൾ അത്രയും അടുത്തായതുകൊണ്ട് തന്നെ ബാങ്കിൻ്റെയും നിസ്കാരത്തിൻ്റെയും സൗണ്ട് നല്ലോണം ഉണ്ടാവും കേട്ടോ. അല്ലാഹു അക്ബർ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. അങ്ങനെ ഋഷി പള്ളിയിലേക്ക് പോയി തിരിച്ച് വന്ന് ഇവിടെ 5:45 കേട്ടോ നിസ്കാരം. പിന്നെ എല്ലാം ഒരുങ്ങി സെറ്റായപ്പം ഞങ്ങൾ കിടന്നുറങ്ങി. തലേന്ന് രാത്രി നല്ല ഉറക്കം കിട്ടിയിട്ടില്ലല്ലോ. ഞാൻ പറഞ്ഞിട്ടില്ല പുറത്ത് പോയാൽ എന്തായാലും ലേറ്റ് ആവും. പിന്നെ ഞാൻ ഇറച്ചി ചോറുണ്ടാക്കിയിരുന്നു. പായസം ഉണ്ടാക്കണമെന്ന് വിചാരിച്ചിരുന്നു, പുഡിങ്ങെല്ലാം. പക്ഷെ നമുക്ക് 2 പേർക്ക് മാത്രമായിട്ട് ഉണ്ടാക്കിയിട്ട് വലിയ കാര്യമില്ല, എന്തായാലും ബാക്കിയാവും. പിന്നെ കഴിക്കുകയും ചെയ്യില്ല. നമ്മളിങ്ങനെ ഇന്ന് ഉച്ച കഴിഞ്ഞിട്ട് ഒന്ന് പുറത്തിറങ്ങണമെന്ന് വിചാരിച്ചിരുന്നു. അപ്പോൾ അതൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഞങ്ങൾക്ക് നാട്ടിലത്തെ പോലെ കുറേ കുടുംബക്കാരെ വീട്ടിൽ കയറി ഇറങ്ങുക ആ പരിപാടിയൊന്നുമില്ല. നമ്മൾ 3 പേര് മാത്രമായിട്ടുള്ള ചെറിയൊരു പെരുന്നാളാണ്. നാട്ടിലെല്ലാം നല്ല രസമല്ലേ. കുറേ ഫാമിലീൻ്റെ വീട്ടിലെല്ലാം പോവുക, അവരിങ്ങോട്ടേക്ക് വരിക, അതെല്ലാം നല്ല രസമുണ്ടാവും. ഇവിടെ പിന്നെയാണെങ്കിൽ പണ്ടത്തെ പോലത്തെ ആ ഒരു പെരുന്നാളിൻ്റെ ആ ഒരു ഇതുണ്ടാവില്ലേ, അതൊന്നുമില്ല കേട്ടോ. പിന്നെ പുറത്തിറങ്ങിയോണ്ട് കുറച്ച് നല്ല രസം ഉണ്ടായിട്ടുണ്ടായിരുന്നു. റൂമിൽ തന്നെ ആകുമ്പം ഒരു രസം ഉണ്ടാവില്ല. ആദ്യം ഞങ്ങൾ ബസ്സിൽ കയറി, പിന്നെ അവിടുന്ന് മെട്രോന് കയറി. ഇനി ഇവിടുന്ന് ഇറങ്ങിയിട്ട് ഒരു ബോട്ടിൽ പോകണം. അങ്ങനെയെല്ലാം ആയിട്ടാണ് നമ്മളിപ്പോൾ പോകുന്നുള്ളത്. ജസ്റ്റ് പോയിട്ട് ഫോട്ടോ എല്ലാം എടുത്തിട്ട് വരാമെന്നുള്ള രീതിയിൽ. നമ്മൾ ഇറങ്ങുമ്പം 4 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ എന്തായാലും ഉച്ചക്കൊന്നും ഇറങ്ങൽ നടക്കുന്ന കാര്യമല്ല, നല്ല വെയിലും ചൂടുമാണ്. പിന്നെ 4 മണിക്ക് തന്നെ ഇറങ്ങിയിട്ട് നടക്കാൻ പറ്റൂല കേട്ടോ പുറത്തുനിന്ന്. നമുക്ക് ഇതിൻ്റെ ചൂട് ശരിക്കും മനസ്സിലായത് കറക്റ്റ് അവിടെ എത്തിക്കഴിഞ്ഞിട്ടാണ്.
അങ്ങനെ മെട്രോന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പം സമയം 5 മണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. നല്ല വെയിലുണ്ട് കേട്ടോ. വൈകുന്നേരം എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, നല്ല ചൂട് വെയിലെല്ലാം ഉണ്ട്. അങ്ങനെ ഇന്ന് പെരുന്നാളായതുകൊണ്ട് അത്യാവശ്യം നല്ല ആളെല്ലാം ഉണ്ട് കേട്ടോ. തിരക്കെല്ലാം ഉണ്ടായിട്ടുണ്ടേനു. അത്യാവശ്യം നല്ല ആളും തിരക്കെല്ലാം ഉള്ളതുകൊണ്ട് തന്നെ കുറച്ച് വെയിറ്റിംഗ് എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ നമുക്ക് പോകാനുള്ള ബോട്ട് എത്തിയിട്ടുണ്ട്. എല്ലാവരും അങ്ങോട്ടേക്ക് പോക്കാണ്. അവിടുന്ന് ഇങ്ങോട്ടേക്ക് വരുന്ന ആൾക്കാരുണ്ട് കേട്ടോ. ഇവിടുന്ന് അങ്ങോട്ടേക്ക് പോകാനുണ്ട്. അങ്ങനെ ഈ ഒരു സംഭവത്തിലാണ് നമ്മൾ പോകുന്നുള്ളത്. അങ്ങനെയാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ അതല്ല കേട്ടോ, തൊട്ടിപ്പുറത്തുള്ള ഈ ഒരു ചെറിയ ബോട്ടിലാണ് നമ്മൾ പോകുന്നുള്ളത്. നമുക്ക് ഏത് ടിക്കറ്റ് വേണമെങ്കിലും എടുക്കാം. പക്ഷെ അത് ആദ്യം നമ്മൾ അറിയില്ലേനു കേട്ടാ. പിന്നെ ഇതിനാ പോകുന്നതെങ്കിൽ ഇതിനെടുക്കാം, അതിനാണെങ്കിൽ അതിലെടുക്കാം. പക്ഷെ എനിക്ക് തോന്നുന്നു അതിലും കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് ഇതാ തോന്നുന്നത്. ഇത് കുറച്ച് ഓപ്പൺ ആയിട്ട് നല്ല വ്യൂ എല്ലാം ഉള്ള നല്ല രസമാണ് കേട്ടാ ഇതിൽ പോവാൻ. നേരത്തെ ആ ഒരു വ്യൂ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. എന്താ പറയുക, നമ്മൾ വീഡിയോയിൽ കാണുന്നതിനേക്കാളും നല്ല ക്ലിയർ ഉണ്ടായിരുന്നു. നമ്മൾ നേരിട്ട് കാണുമ്പോൾ അതെന്തായാലും നമ്മൾ നേരിട്ട് കാണുന്ന ആ ഒരു ഭംഗി ക്യാമറയിൽ കിട്ടൂലല്ലോ. പിന്നെന്താന്ന് വെച്ചാൽ ഞങ്ങൾ അവിടുന്ന് ഇവിടത്തേക്ക് ഒരു 1/4 മണിക്കൂർ മറ്റേ വരാനുള്ളൂ. പക്ഷെ ഇവിടെ എത്തിയിട്ട് ഞങ്ങൾ അരമണിക്കൂറായിട്ട് ഇങ്ങനെ ബോട്ടിലിരുന്നിന് കേട്ടാ. എന്താന്ന് വെച്ചാൽ അവിടുന്ന് ഒരു ബോട്ട് ഇങ്ങോട്ടേക്ക് വന്നാലേ ഇതവിടെ പോയി പാർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അവിടുന്ന് ഇങ്ങോട്ടേക്കൊന്നും വരുന്നില്ല, അതും വെയിറ്റ് ചെയ്ത് നിൽക്കലാണ്. വെയിലാണെങ്കിൽ കണ്ണിനടിച്ചിട്ട് എന്താ പറയുക, കണ്ണ് തുറക്കാൻ പറ്റുന്നില്ല. ചൂടുണ്ട്, കണ്ണ് ചൂടായി, വെയിലുണ്ട്. ഇല്ല. നമ്മളെവിടെ ഇറങ്ങണ്ടേ? അവിടെ എങ്ങനെ അത് ഹൈറ്റെല്ലാം ഉണ്ടാവാൻ നമ്മളെങ്ങനെ ചാടാനാ? ചാടിപ്പോവാനാ? നമുക്ക് ചാടാന്ന് പറഞ്ഞാൽ അവിടെ ഇരുന്നിട്ട് ഞങ്ങൾ സത്യം പറഞ്ഞാൽ നല്ലോണം ടയേർഡായിട്ടാ. വെയിലടിച്ചിട്ടായാലും ചൂട് കൊണ്ടായാലും നമ്മളെ മൂടെല്ലാം പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ ഇറങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടുന്ന് കുറച്ച് നടന്നു പോവാ. ഇവിടുന്ന് ഇങ്ങനെ നടക്കുമ്പോൾ ആ ഒരു കാഴ്ച ഇതൊക്കെ തന്നെയാണ് ഇവിടെ ഉള്ളത്. മെയിനായിട്ട് ഇവിടെ കുറച്ച് ഫോട്ടോസ് എല്ലാം എടുക്കാനാണ് വന്നിട്ടുള്ളത്. പിന്നെ ഇത് ഏത് സ്ഥലം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പോകുന്നത് ദുബായ് ക്രീക്ക് ഹാർബറിലേക്കാണ്. പോയതല്ല, ഇവിടെ എത്തിയിട്ടുള്ളത്, ഇവിടത്തേക്കാണ് വന്നിട്ടുള്ളത്. ഇവിടെ എത്തിയിട്ട് ചൂട് കൊണ്ട് ഹംദൻ്റെ മുഖമെല്ലാം അങ്ങ് ബ്ലഷ് എല്ലാം ഇട്ട പോലെയായി കേട്ടോ. കവളിനെല്ലാം വിയർത്തിട്ട് വെയിൽ കൊണ്ട് അങ്ങനെ ആയിട്ടുണ്ട്. ഒരു ഫോട്ടോ എടുക്കാനുള്ള ക്യൂ ആണ് കേട്ടോ ഈ കാണുന്നത്. ഇതിൻ്റെ ഒരു ഭാഗത്തായിട്ട് ബുർജ് ഖലീഫിൻ്റെയും ആ ഒരു സൺസെറ്റിൻ്റെയും വ്യൂ കിട്ടും. അപ്പോൾ അവിടെ നിന്നിട്ട് ഫോട്ടോ എടുത്താൽ നല്ല രസമുണ്ടാവും കേട്ടോ. ഞാൻ കുറേ വീഡിയോസും ഫോട്ടോ എല്ലാം കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ആഗ്രഹം കൊണ്ട് പോയതാണ്. നമ്മൾ എടുക്കാൻ നോക്കുമ്പോഴേക്കും വെളിച്ചമൊക്കെ പോയിട്ടുണ്ടായിരുന്നു, ഇരുട്ടായിട്ടുണ്ടായിരുന്നു. ഫോട്ടോ ഒന്നും വലിയ ക്ലിയർ ഒന്നും ഉണ്ടായിട്ടില്ല. ആ ഫോട്ടോ ഞാൻ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വേണ്ടവർക്ക് വീഡിയോൻ്റെ ലാസ്റ്റ് കൊടുക്കാം കേട്ടോ. പിന്നെ ഞങ്ങൾ കുറേ ഫോട്ടോസെല്ലാം എടുത്ത് നല്ല ടയേർഡ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ എത്താനും അത്യാവശ്യം നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു.
പിന്നെ മെയിനായിട്ട് ഇങ്ങനത്തെ സ്ഥലത്തെല്ലാം വരുമ്പോൾ നമ്മൾ ഫുഡോ അല്ലെങ്കിൽ വെള്ളമോ അങ്ങനെ എന്തെങ്കിലും എടുക്കുക. ഞാനിതൊന്നും കൊണ്ടുവന്നിട്ടില്ല. ഹംദക്കാണെങ്കിൽ വെള്ളത്തിനും ഫുഡിനെല്ലാം വേണ്ടിയിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ലാസ്റ്റ് ഞങ്ങൾ അവിടുന്ന് കുറേ ഫോട്ടോ വീഡിയോ എടുത്തിട്ട് പെട്ടെന്ന് തന്നെ അവിടുന്ന് പോവാമെന്ന് വിചാരിച്ച്. എന്തെങ്കിലും ഓക്ക് വാങ്ങി കൊടുക്കാൻ വേണ്ടി ഇവിടെ നോക്കിയിട്ട് ഒരു ഷോപ്പും കാണുന്നുമില്ല. അങ്ങനെ ഇങ്ങനെ കുറേ കളിക്കും, പിന്നെ ഇടയ്ക്ക് ഓടി വന്നിട്ട് വെള്ളത്തിനും ഫുഡിനെല്ലാം ചോദിക്കും, പിന്നെയും പോയി കളിക്കും. ഇതന്നെ അങ്ങനെ ഞാൻ മോളെ പോയിട്ട് കൂട്ടിയിട്ട് വരാൻ പോയതാണ് കേട്ടോ. കളിക്കുന്നിടത്ത് ഓളിങ്ങനെ കളിക്കുന്നേരം നല്ല ടയേർഡാകുകയല്ലേ ഇന്ന്. അപ്പോൾ അങ്ങനെ കൂട്ടിയിട്ട് പോകാൻ വേണ്ടിയിട്ട് വന്നതാണ്. പക്ഷെ ഓള് വിളിച്ചിട്ടൊന്നും വരുന്നില്ല. പിന്നെയും അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം ഓടിക്കളിക്കുകയും ചെയ്യുന്നു. പിന്നെ നമ്മളെ വൈബിലുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നല്ല രസമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. വേറൊരു ഫാമിലിൻ്റെ കൂടെ ഇങ്ങനെ എവിടെയെങ്കിലും പോവാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒന്നിച്ച് ആരെങ്കിലും ഉണ്ടെങ്കിൽ നല്ല രസമായിരിക്കും. നമുക്ക് സംസാരിച്ച് അവിടെ ഇങ്ങനെ ഇരുന്ന് സമയം പോവും. പിന്നെ എന്താ പറയുക, നമ്മൾ കുറേ നേരം എന്നാലും ഇരുന്നിട്ടുണ്ടേനു. ഇവിടെ KFC, പിസ്സ ഹട്ട്, പിന്നെ കഫേ പോലത്തെ ഒരു ഷോപ്പ്, അങ്ങനെ അല്ലാണ്ട് വേറെ ഷോപ്പൊന്നും ഇല്ല കേട്ടോ. അപ്പം നമ്മൾ പിസ്സ ഹട്ടിലേക്ക് കയറിയിട്ടുണ്ട്. വിശന്ന് പണ്ടാരടങ്ങിയിട്ടുണ്ട്. എന്തെങ്കിലും വെള്ളമായിട്ടും കിട്ടിയാൽ മതിയോ എന്നുള്ളേനു. അങ്ങനെ ഞങ്ങൾ എത്തിയിട്ടുണ്ട്. ഇവിടെ കയറി പിസ്സക്കെല്ലാം ഓർഡർ ചെയ്തിട്ടുണ്ട്. പാസ്ത എടുക്കാം. പിന്നെ ഇവിടുത്തെ ഈ ഒരു സാലഡിൻ്റെ ബോക്സ് ഞാൻ ഇത് ആദ്യമേ റിഷിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു വാങ്ങണ്ടെന്നുള്ളത്. എന്താണെന്ന് വെച്ചാൽ മുന്നേ ഒരു പിസ്സ ഹട്ടിൽ പോയാലും ഇതിങ്ങനെ വാങ്ങിയാലും വേസ്റ്റാക്കി കളയതിന് ഇതിലൊരു സാധനം മാത്രം പിന്നെയും കഴിക്കാൻ നല്ലതുള്ളൂ, ബാക്കി ഒന്നും കൊള്ളൂല. അപ്പം വെറുതെ വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ വാങ്ങണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ഋഷി പറഞ്ഞ് വാങ്ങിക്കോ, നല്ല എന്നാൽ നമുക്ക് കഴിച്ചുകൂടെ എന്നെല്ലാം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വാങ്ങിയതാണ് കേട്ടോ. ശരിക്കും കൊള്ളൂല, അത് വേസ്റ്റാക്കി കളയുക. പിന്നെ പിസ്സ എത്തിയിട്ടുണ്ട്. അങ്ങനെ പിസ്സയൊക്കെ കഴിച്ചാൽ അത് കുറച്ച് ആശ്വാസമായിന്. അങ്ങനെ ഞങ്ങൾ അതും കഴിച്ച് പുറത്തിറങ്ങി നോക്കുമ്പോഴുള്ള തിരക്ക് എന്ന് പറഞ്ഞില്ലേ, നല്ല ആളും തിരക്കാവും. പിന്നെ ഇവിടെ അവിടെ നിന്ന് ഇറങ്ങുമ്പം നമ്മൾ പറഞ്ഞത് നമുക്ക് ഇനി ഇവിടുന്ന് തിരിച്ചു പോവാം, ഇനി ഒന്നുമില്ലാലോ, വേഗം തന്നെ പോവാൻ, ലേറ്റ് ആക്കണ്ടെന്നെല്ലാം പറഞ്ഞിട്ട് ഇറങ്ങിയതാണ്. പുറത്തിറങ്ങിയതാണ് ഇങ്ങനെ കാണുന്നുള്ളത്. പിന്നെ ഇവിടെ തിരിച്ചു പോകുമ്പം ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് എടുക്കാനുള്ള ക്യൂ വേറെ, പിന്നെ ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞിട്ട് ബോട്ടിലേക്ക് കയറാനുള്ള ക്യൂ ഒന്ന് വേറെ. ഈ കാണുന്ന തിരക്ക് ടിക്കറ്റിന് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. ഇതിപ്പം ലാസ്റ്റ് ബേക്കിലാണുള്ളത്. നല്ല തിരക്കാണ്. അപ്പോൾ ഋഷി അവിടെ നിന്നിട്ടുണ്ട്. ഞാനും ഹംദയും ജസ്റ്റ് ഇങ്ങനെ ഹംദയ്ക്ക് ഈ ഒരു വെള്ളത്തിൻ്റെ അവിടെ നിന്നിട്ട് ഇങ്ങനെ കളിക്കണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അത് നോക്കി നിൽക്കുന്നുണ്ട്. അങ്ങനെ അതിൻ്റെ ഇടയ്ക്കായിട്ട് ഞാൻ ഈ ബോട്ടിലേക്ക് കയറേണ്ട ആ ഒരു ക്യൂവിൽ നിന്നേ. കാര്യം എന്താ വെച്ചാൽ ഋഷി ടിക്കറ്റ് എടുക്കുമ്പോഴേക്ക് നമുക്ക് അത്രയും സമയം കളയണ്ടല്ലോ. ഞാനവിടെ നിന്ന് പിന്നെ ഋഷി ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ നിന്നെടുത്ത് നിന്ന് ഹംദയ്ക്ക് ഇതിൽ ഇറങ്ങണം എന്ന് പറഞ്ഞിട്ട് പിന്നെ ഓളെ ആഗ്രഹമല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വേറെ ഡ്രസ്സൊന്നും എടുത്തിട്ടില്ല. ആ ഡ്രസ്സെല്ലാം അയച്ചിട്ട് ജസ്റ്റ് പാൻറ്റീസ് മാത്രം ഇട്ടിട്ട് ഇറക്കിയിട്ടുണ്ട്. എല്ലാ കുട്ടികളും ഇറങ്ങിയിട്ട് കാണുമ്പോൾ പൂക്കൊരു പൂതി. അപ്പം ഞാനും വിചാരിച്ച മതി, അങ്ങനെ ഇറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഏതായാലും നമ്മൾ ഇവിടുന്ന് പോവാൻ 1 മണിക്കൂർ 1.5 മണിക്കൂറോളം എടുക്കും. തിരക്കെല്ലാം കഴിയണ്ടേ. അപ്പോൾ ആ ഒരു ടൈമിലേക്ക് അവൾ കളിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇറക്കി വിട്ടിട്ടുണ്ട്. ഇവിടെ എത്തിയാലും ഒക്കെ ചെറിയ ഫ്രണ്ടിനെല്ലാം കിട്ടിയിട്ടുണ്ട് അവളിപ്പം കളിക്കാതെ. ഇതുവരെ ഇത്രയും പെരുന്നാളിൻ്റെ ഇടയ്ക്ക് ഇത്ര തിരക്ക്
ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നാണ് ഇവിടുത്തെ സെക്യൂരിറ്റി എല്ലാം പറയുന്നുള്ളത് കേട്ടോ. അത്രക്കും തിരക്കാണ്. ഇവരെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും എത്രത്തോളം എടുക്കാൻ പറ്റിയെന്നറിയില്ല. ഞാൻ ചെറിയ ചെറിയ വീഡിയോ എല്ലായിട്ട് എടുത്തതാണ് കേട്ടോ. അങ്ങനെ ആവുമ്പന്നെ ചെറിയൊരു കുളിയൽ നനയലെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഋഷിൻ്റെ അടുത്തേക്ക് പോയതാ. ഋഷി വിളിച്ചിട്ടുണ്ടായിരുന്നു ഏകദേശം എത്താറായിട്ടുണ്ട് എന്നെല്ലാം പറഞ്ഞിട്ട്. അങ്ങനെ പിന്നെ നമ്മൾ ബോട്ടിലേക്ക് തിരിച്ച് ഇവിടുന്ന് പോവുകയാണ്. അപ്പം കുറച്ച് സമാധാനമായിട്ടാ, കുറച്ച് ആശ്വാസമായിട്ടുണ്ട്. പെരുന്നാളിൻ്റെ ഒരു ടൈമിന് ഇങ്ങനെയല്ലാന്ന് ഉണ്ടാവുക. നമ്മൾ എവിടെ പോകാൻ ഇറങ്ങിയാലും അവിടെ നല്ല ആളായിരിക്കും കേട്ടോ. ഒന്നാമത് നമുക്ക് ഈ സൺഡേ പിന്നെ ഇതേപോലെ ലീവുള്ള ദിവസം മാത്രമേ പുറത്തിറങ്ങാൻ പറ്റൂ ഋഷിക്ക്. അപ്പോൾ ആ ഒരു ടൈമിൽ തന്നെ നല്ല ആളുണ്ടാവും കേട്ടോ പുറത്ത്. പിന്നെ ബാക്കിയുള്ള ദിവസങ്ങളിൽ ഋഷിക്ക് ഡ്യൂട്ടി ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെയെല്ലാമായിട്ട് അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് തിരിച്ച് പോക്കാണ്. ഇനിയിപ്പം മെട്രോ കയറിയിട്ട് റൂമിലേക്ക് പോകണം. പിന്നെ മെട്രോ കയറി വെക്കുമ്പോഴാണെങ്കിൽ അതിൽ ആളെ ഉണ്ടായിട്ടില്ല കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഇത്രയും ആളൊന്നും ഇല്ലാണ്ട് തിരക്ക് കഴിഞ്ഞിട്ട് കാണുന്നുള്ളത്. അതുകൊണ്ട് ഹംദിങ്ങനെ മാറി മാറി കളിക്കുന്നുണ്ടേനു സീറ്റായാലും. പിന്നെ ഓടി കളിക്കില്ല കേട്ടോ അതിൻ്റെ ഉള്ളിൽ, അല്ലെങ്കിൽ എപ്പോഴും തിരക്കുണ്ടാവുമല്ലോ. അങ്ങനെയെല്ലാം ആയിട്ട് ഇനിയിപ്പം നമ്മൾ തിരിച്ച് റൂമിലേക്ക് പോവുകയാണ്. അപ്പം നമ്മൾ പെരുന്നാളിൻ്റെ ഒരു വിശേഷങ്ങളും കാര്യങ്ങളെല്ലാം ഇത്രയൊക്കെ തന്നെയുള്ളൂ. പിന്നെ ബാക്കിയുള്ള വിശേഷങ്ങളെല്ലാം ആയിട്ട് ഞാൻ വേഗം തന്നെ അടുത്ത വ്ളോഗ് ഇടാം കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ഇടുക.